നമസ്കാരം, ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് ഈ ഒരു ദിവസം നമ്മൾ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അറിയാമെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് അറിയില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ നിലവിലുണ്ട്. അപ്പോൾ ആ വീഡിയോ ചെയ്ത എല്ലാ ആളുകളെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ലളിതമായി പറഞ്ഞു തരാൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കും. ഒരു ലെങ്തി ഉള്ള വീഡിയോ ആയിരിക്കാം. നിങ്ങൾ ഇത് മനസ്സിലാക്കണമെന്നുള്ള ശക്തമായ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വേണം. അത്യാവശ്യം ചില നോട്ടുകളെല്ലാം തന്നെ എഴുതിയെടുക്കാൻ തക്കവണ്ണം പേപ്പറും പേനയൊക്കെ ആയിട്ട് റെഡിയാകുക. അപ്പോൾ നേരെ കമ്പ്യൂട്ടറിലേക്ക് സ്ക്രീൻ റെക്കോർഡ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു കഥയിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ ശ്രമിക്കാം, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു മേഖല. അപ്പോൾ എൻ്റെ പേര് ഞാൻ പറഞ്ഞു സിയാദ് ഇല്ലിക്കൽ. നമുക്കൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് തുടങ്ങാം. കാരണം എന്താണ് ഷെയർ എന്ന് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം. എന്താണ് ഷെയർ, അപ്പോൾ എന്താണ് മാർക്കറ്റ്, എന്താണ് ഷെയർ, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ബിസ്മേറ്റ് ട്രേഡിംഗ് എന്നാണ്. ബിസ്മേറ്റ് ട്രേഡിംഗ്. ഇത് നമ്മുടെ സ്ഥാപനം ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങും സംബന്ധിച്ച് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ ഈ ഒരു കമ്പനി, അപ്പോൾ ഈ കമ്പനി ഞാനായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ആളുകളും കൂടി ചെയ്ത ഒരു കമ്പനി. ഈ കമ്പനി നമ്മൾ വിചാരിക്കുകയാണ്, ഈ കമ്പനിയിൽ നിങ്ങളുണ്ടെന്ന് കരുതുക. ഈ കമ്പനിയിൽ നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് ഈ കമ്പനീനെ വലിയൊരു കമ്പനി ആക്കണം. ബോംബെയിലും ബാംഗ്ലൂരിലും ഡൽഹിയിലും ദുബായിലും അങ്ങനെ എല്ലാ ആളുകളെയും നമുക്ക് ട്രേഡിങ് പഠിപ്പിക്കാൻ തക്ക രീതിയിൽ ഒരു വലിയ കമ്പനി ആക്കണം. അതിനൊരുപാട് ഫണ്ട് വേണം എന്ന് ഒരു ചിന്തയുടെ പുറത്ത് നമ്മൾ ഈ ഒരു കമ്പനിയെ വലുതാക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫണ്ട് വേണം, അല്ലേ? ഫണ്ട് വേണം, അതാണ് പ്രയോറിറ്റി. ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിനെ സമീപിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ നമുക്ക് ഫണ്ട് കളക്ട് ചെയ്യാം. സ്വാഭാവികമായ രീതിയിൽ ഇൻട്രസ്റ്റ് വരും. വേറൊരു മെത്തേഡാണ്, നമുക്ക് ഈ ഒരു കമ്പനിയുടെ മൊത്തം മൂല്യം എടുത്ത് അതൊരു 1 കോടി രൂപയാണെന്ന് സങ്കല്പിച്ചു. അതിനുശേഷം ഒരുപാട് ഈക്വലായിട്ടുള്ള കുറേ ഷെയറുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഒരു ഷെയറിൻ്റെ വില 100 രൂപ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ അത് തീരുമാനിച്ച ശേഷം നമ്മളതൊരു 100 രൂപയുടെ ഏകദേശം ഒരു 10,000 ഷെയറുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. 100 രൂപയുടെ 10,000 ഷെയറുകളായിട്ട് ഡിവൈഡ് ചെയ്ത് അതിനുശേഷം നമ്മൾ പറയുകയാണ് ആളുകൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ 10,000 ഷെയറുകളുണ്ട്. ഇത് നമ്പർ ഓഫ് ഷെയർ ആണ്. ഒരു ഷെയറിൻ്റെ വില 100 രൂപയാണ്. ഇത് നമ്പേഴ്സ് ഓഫ് ഷെയർ ആണ്. ഒരു ഷെയറിൻ്റെ വില എന്താണ്? 100 രൂപയാണ്. ആളുകൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാം. എന്തിനു വാങ്ങാം? നമ്മുടെ സ്ഥാപനമായിട്ടുള്ള ബിസ്മേറ്റ് ട്രേഡിങ് ഉയർന്ന രീതിയിലേക്ക് പോകുന്നു, വലിയ രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, ഒരുപാട് ബ്രാഞ്ചുകൾ തുടങ്ങുന്നു. അപ്പോൾ ആളുകൾ അറിയപ്പെടും, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് വർദ്ധിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ സ്റ്റോക്കിൻ്റെ വില കൂടുമല്ലേ? അപ്പോൾ ഈ 100 രൂപ ഉള്ള സ്റ്റോക്ക് ഇന്ന് നിങ്ങൾ വാങ്ങിച്ച് വെച്ചാൽ ഒരു 5 വർഷം കഴിയുമ്പോൾ അത് 500 രൂപയാകുമെന്ന് ഉള്ള ചിന്തയുടെ പുറത്ത് ആളുകൾ വാങ്ങും. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം, നമ്മുടെ സ്ഥാപനം ബിസ്മേറ്റ് ട്രേഡിങ്ങിന് 100 രൂപയുള്ള ഷെയർ വെറുതെ ജനറൽ പബ്ലിക്കിന് വിൽക്കാൻ സാധിക്കില്ല. ഇതിനൊരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഈ 100 രൂപയാണ് നമ്മളുടെ കമ്പനിയുടെ ഷെയർ എന്നുള്ള രീതിയിൽ നമ്മൾ പേപ്പറും എല്ലാ കാര്യങ്ങളെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യും. ആർക്ക് സബ്മിറ്റ് ചെയ്യും? NSE എന്ന പേരിലുള്ള നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എന്താണ് NSE? കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഞാൻ വരയ്ക്കാം. NSE കൂടാതെ തന്നെ BSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയ 2 എക്സ്ചേഞ്ചാണ് നമുക്കുള്ളത്. എക്സ്ചേഞ്ച് എന്ന് കേട്ട് പേടിക്കണ്ട. ടെലിഫോൺ എക്സ്ചേഞ്ച്, മണി എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ക്രയവിക്രയം സാധ്യമാക്കുന്ന ഒരു
എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ്റാൽ നിയന്ത്രിക്കുന്ന സ്റ്റോക്കുകൾ ക്രയവിക്രയം ചെയ്യാനായിട്ട് സാധ്യമാക്കുന്ന ഒരു ഏജൻസി. അതാണ് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ആദ്യം നമ്മളുടെ ബിസ്മേറ്റിന് ഈ ഒരു NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യാനായിട്ട് പേപ്പറുകളെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ അപേക്ഷ നൽകും. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് IPO എന്നാണ്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അപ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിൽ നമ്മൾ അപ്രൂവൽ കിട്ടി, അതിനുശേഷം അടുത്ത മാസം 10-ാം തീയതി ലിസ്റ്റ് ചെയ്യുകയാണ് എന്ന് നമുക്ക് അറിയിപ്പ് കിട്ടും. അപ്പോൾ ഈ ലിസ്റ്റ് ചെയ്യുന്ന സമയത്തിന് മുമ്പ് ഈ സ്റ്റോക്കിൻ്റെ വില 100 രൂപയാണ് അല്ലേ. ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് ഇത് വഴി ചെയ്യാൻ സാധിക്കും. എവിടെ? NSEയിലും BSEയിലും വന്നിട്ടില്ല. ആളുകൾക്ക് പ്രീ അപ്ലൈ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ്? പ്രീ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രീ അപ്ലൈ ചെയ്തതിന് വേണ്ടിയിട്ട് എന്ത് വേണം? പ്രീ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബ്രോക്കർ അക്കൗണ്ടിൽ നമുക്ക് ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് വേണം. അപ്പോൾ സീനിൽ ആര് വന്നു? ട്രേഡിംഗ് ആൻഡ് ബ്രോക്കർ വന്നു അല്ലേ. ബ്രോക്കർ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ വന്നു. അപ്പോൾ ബ്രോക്കർ മുഖാന്തിരം ആണ് നമുക്ക് NSEയിലും BSEയിലും ഓൾറെഡി ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്കോ പുതിയതായിട്ട് നമ്മളുടെ കമ്പനി പോലെയുള്ള ഒരുപാട് കമ്പനീസ് അപേക്ഷ സമർപ്പിച്ചിട്ട് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് IPO എന്ന് പറയും. IPOയിൽ വരുന്ന സമയത്ത് നമുക്ക് ബ്രോക്കറുടെ അടുത്ത് വാങ്ങാം. നിലവിൽ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനിയും നമുക്ക് ബ്രോക്കറുടെ അടുത്ത് വാങ്ങാം. അപ്പോൾ എത്ര ടെക്നിക്കൽ ടേമാണ് നമ്മൾ പഠിച്ചത്? NSE എന്ന് പറഞ്ഞ ടെക്നിക്കൽ ടേമും പഠിച്ചു, BSE എന്ന് പറഞ്ഞ ടെക്നിക്കൽ ടേമും പഠിച്ചു. ഇവ രണ്ടും എക്സ്ചേഞ്ചാണെന്ന് പഠിച്ചു. IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ്. അതിലൂടെയാണ് NSEയിലും BSEയിലും സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്യപ്പെടാമെന്ന് പഠിച്ചു. സെബി എന്ന് പഠിച്ചു. ഈ പേപ്പർ നമ്മൾ കൊടുക്കുന്ന ആർക്കാണ്? സെബി എന്ന് പറഞ്ഞ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്കാണ് നമ്മുടെ പേപ്പറുകളെല്ലാം തന്നെ സെബിക്ക് കൊടുക്കും. സെബി അപ്രൂവ് ചെയ്യും NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ സെബിയുടെ കാര്യം പഠിച്ചു, IPO പഠിച്ചു, ബ്രോക്കർ പഠിച്ചു അല്ലേ. ബ്രോക്കർ മുഖാന്തരമാണ് നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്ര സിമ്പിളാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് എന്താണ്? ഇനി നമുക്ക് മാർക്കറ്റിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. വാട്ട് ഈസ് സ്റ്റോക്ക് മാർക്കറ്റ്? ഡെഫിനിഷൻ: സ്റ്റോക്ക് മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് exchange in which stock shared and other financial security of publicly held company and bought and sold. എന്താണ്? നമ്മളുടെ ബിസ്മേറ്റ് പോലെയുള്ള പുതിയതായിട്ട് വരുന്ന കമ്പനികളുടെ സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇതിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഉൾവശമാണ്. സോ നമ്മൾ ഈ ഒരു പിക്ചർ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതൊരു കുറച്ചും കൂടി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പിക്ചറാണ്. ഇതാണ് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. മുകളിൽ കാണുന്നതാണ് BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഈ എക്സ്ചേഞ്ചിൽ നമ്മളുടെ ബിസ്മേറ്റ് ട്രേഡിങ്ങും NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ നാട്ടിലുള്ള എത്രയോ കമ്പനീസ്, നമുക്കറിയാവുന്ന കമ്പനി ഏതാണ്? റിലയൻസ്, എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ്. ടാറ്റ മോട്ടോഴ്സ്, എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ്. അല്ലെങ്കിൽ HDFC ബാങ്ക്, ICICI ബാങ്ക്, ഫെഡറൽ ബാങ്ക്, അങ്ങനെ ഒരുപാട് കമ്പനീസ് NSEയിലും BSEയിലും ഉണ്ട്. പക്ഷെ നമുക്ക് വെറുതെ വാങ്ങിക്കാൻ പറ്റുമോ? വെറുതെ വാങ്ങിക്കാൻ പറ്റില്ല. ആര് മുഖാന്തരം വാങ്ങിക്കാൻ പറ്റും? എക്സ്ചേഞ്ച് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. NSE BSE ബ്രോക്കർ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ അല്ലേ. ബ്രോക്കർ മുഖാന്തരം ഇൻവെസ്റ്റേഴ്സ്, നമ്മൾ ഇൻവെസ്റ്ററാണ്, നമ്മൾ വാങ്ങുന്നു. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റർ ബ്രോക്കർ മുഖാന്തരം NSEയിലും BSEയിലും വാങ്ങുന്നു. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ബ്രോക്കർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സെറോദ ഒരു ബ്രോക്കറാണ്, അപ്സ്റ്റോക്ക് ഒരു ബ്രോക്കറാണ്. അപ്പോൾ ഇത് രണ്ടും ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. ചിലവ് കുറവാണ് ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങാൻ, സ്റ്റോക്കുകൾ വാങ്ങി വിൽപ്പന നടത്താൻ. അപ്പോൾ ഈ സെറോദയുടെയും അപ്സ്റ്റോക്കിൻ്റെയും ഡിമാറ്റ് അക്കൗണ്ടുകൾ, അതായത് ട്രേഡ് ചെയ്യാനാണ് ഇപ്പോൾ എന്ത് വേണം? ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ തന്നെയുണ്ട്. നിങ്ങൾ അവിടെ പോയി അത് ക്ലിക്ക് ചെയ്യുക. ഒന്നില്ലെങ്കിൽ സെറോദ ക്ലിക്ക് ചെയ്യുക, സെറോദ വേണ്ടവർക്ക്; അപ്സ്റ്റോക്ക് ക്ലിക്ക് ചെയ്യുക, അപ്സ്റ്റോക്ക് വേണ്ടവർക്ക്. ഒരു ബ്രോക്കർ മതി, ഒന്നില്ലെങ്കിൽ സെറോദ അല്ലെങ്കിൽ അപ്സ്റ്റോക്ക്. താല്പര്യമുള്ള രണ്ടും മികച്ച ഡിസ്കൗണ്ട് ബ്രോക്കർ തന്നെയാണ്. എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട്, 2 ട്രേഡുകൾ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 ബ്രോക്കറിൽ ഏതെങ്കിലും ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേര്, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ആധാർ കാർഡ്, നിങ്ങളുടെ പാൻ നമ്പർ, അങ്ങനെയുള്ള സകലമായ കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ബ്രോക്കർ ഒരു മൊബൈലിൽ ഒരു ആപ്പാണ്, ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പ് പോലുള്ള ഒരു ആപ്പാണ് ബ്രോക്കർ എന്ന് പറയുന്നത്. അല്ലാതെ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അതിൽ ക്ലിക്ക് ചെയ്യുക,
ബ്രോക്കർ അക്കൗണ്ട് വരും. അതിൽ ഒരു 100 രൂപ ജസ്റ്റ് ഒന്ന് ഇടുക, അല്ലെങ്കിൽ ഒരു 50 രൂപ ഇടുക. കാരണം 50 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്, 100 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്, 10 രൂപയുടെ സ്റ്റോക്ക് പോലും ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. ഐഡിയ എന്ന് പറയുന്ന ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾക്ക് ഐഡിയയുടെ കണക്ഷൻ ഉണ്ടാവും അല്ലേ. ഐഡിയ ഈ പറയുന്ന NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഐഡിയയുടെ സ്റ്റോക്കിൻ്റെ വില എന്ന് പറയുന്നത് 15 രൂപയിൽ താഴെയാണ്. അപ്പോൾ നമുക്ക് വാങ്ങി വിൽപ്പന നടത്തി പഠിക്കാനായിട്ട് ഐഡിയ അടിപൊളിയായിട്ടുള്ള സ്റ്റോക്കല്ലേ. കാരണം നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. അത് വാങ്ങി വിൽപ്പന ചെയ്ത് പഠിക്കാനായിട്ട് ആകെ 15 രൂപയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് സ്വയം പഠിക്കാമല്ലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ പഠിച്ചു? ഇൻവെസ്റ്റർ ഉണ്ട്, ബ്രോക്കർ ഉണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ പഠിച്ചു. ഇത് ആക്ച്വൽ പിക്ചറാണ് കേട്ടോ. NSEയുടെയും BSEയുടെയും ആക്ച്വൽ പിക്ചറാണ് ഇത്. ഇത് ബോംബെയിലാണുള്ളത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSEയും ബോംബെയിലാണുള്ളത്. ഇത് നമ്മുടെ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. കേരളത്തിൽ എറണാകുളം ഒത്തുള്ള ഒരു എക്സ്ചേഞ്ചാണ് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഈ BSE NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നതിന് മുമ്പ് നമുക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. ഇവിടെ പോയി നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങി വിൽക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഒരു ഫിസിക്കൽ ബ്രോക്കർ ഉണ്ടായിരുന്നു, അതായത് ബ്രോക്കർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഒരു ബ്രോക്കർ വന്നതിനെ തുടർന്ന് ബ്രോക്കർ എല്ലാം തന്നെ വ്യക്തികളല്ല, മറിച്ച് ആപ്പായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്? ടൈപ്പ് ഓഫ് ബ്രോക്കറാണ് അത്. നമുക്ക് ഡിസ്കൗണ്ട് ബ്രോക്കർ 2-3 നമ്മളിപ്പോൾ സർവീസ് ബ്രോക്കർ എന്നുള്ള 2 ബ്രോക്കറാണുള്ളത്. ഈ ഡിസ്കൗണ്ട് ബ്രോക്കർ എന്താണ്? ഡിസ്കൗണ്ട് ബ്രോക്കർ ഈസ് എ സ്റ്റോക്ക് ബ്രോക്കർ ഹു ക്യാരി ഔട്ട് ബൈ ആൻഡ് സെൽ ഓർഡർ റെഡ്യൂസ്ഡ് കമ്മീഷൻ. അപ്പോൾ സാധാരണ രീതിയിൽ കമ്മീഷൻ കുറവായിരിക്കും എന്നാണ് പറയുന്നത് ഡിസ്കൗണ്ട് ബ്രോക്കറിൽ. അപ്പോൾ ഈ 2 ഡിസ്കൗണ്ട് ബ്രോക്കറിൽ ഇനത്തിൽപ്പെട്ട സെറോദയുടെ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ടിൻ്റെ ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഡിമാറ്റ് അക്കൗണ്ട് എന്താണ്? ഡിമാറ്റ് അക്കൗണ്ടാണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത്. ഒന്നും പേടിക്കേണ്ട. നമ്മൾ സ്റ്റോക്കുകൾ ഓപ്പൺ ചെയ്യുന്നതും നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങി വിൽപ്പന നടത്തുന്നതും എല്ലാം തന്നെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ടാണ്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിച്ച സ്റ്റോക്കുകൾ ഗവൺമെൻറ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഡിമാറ്റ് അക്കൗണ്ടിലാണ് എന്നുള്ളതാണ് ഉള്ളത്. ഇതെല്ലാം കവർ ചെയ്തു. ഇനി കമ്പനി എന്താണ് പറഞ്ഞത്? കമ്പനിയുടെ എക്സാമ്പിൾ റിലയൻസ്, മുത്തൂറ്റുള്ള കമ്പനീസാണ്. ഇനി നമുക്ക് ഉള്ളത് ജനറൽ ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു? എന്താണ് ഒരു കമ്പനി ലിസ്റ്റ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് 1-2 കാര്യങ്ങളാണ്. നമ്മുടെ ബിസ്മേറ്റ് എന്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്? നമുക്ക് കാശ് വേണം അല്ലേ. കാശ് വേണം. നമ്മൾ പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് പൈസ സമാഹരിച്ചു, ഷെയറുകൾ അതിന് പകരം കൊടുത്തു, നമ്മുടെ കമ്പനിയിലേക്ക് കാശെത്തി. അതിനുശേഷം നമ്മുടെ കമ്പനി വളരുന്നു. നമ്മുടെ കമ്പനി ബോംബെയിൽ, മുംബൈയിൽ ബ്രാഞ്ച് തുടങ്ങുന്നു, ബാംഗ്ലൂരിൽ ബ്രാഞ്ച് തുടങ്ങുന്നു, കൊൽക്കട്ടയിൽ ബ്രാഞ്ച് തുടങ്ങുന്നു, ദുബായിൽ ബ്രാഞ്ച് തുടങ്ങുന്നു അല്ലേ. എന്താണ് നമ്മുടെ സ്റ്റോക്കിൻ്റെ വില ഉണ്ടായിരുന്നത്? 100 രൂപയാണ് സ്റ്റോക്കിൻ്റെ വില ഉണ്ടായിരുന്നത്. ഈ 100 രൂപ പതിയെ 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 കൂടില്ലേ. 500 രൂപയാകുമ്പോൾ ഈ 100 രൂപക്ക് വാങ്ങിച്ചു. ഇന്ന് ഇതിൻ്റെ വില ഒരു 5 വർഷത്തിന് ശേഷം 500 രൂപയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ എത്ര പ്രാവശ്യം വില കൂടി? 400 രൂപ കൂടിയിട്ടുണ്ട്. ഈ 400 രൂപേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ വിശ്വസിക്കുന്ന കമ്പനീസ് നമ്മളുടെ അതിന് മുകളിലേക്ക് പോകുമ്പോൾ അതിൽ പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് ഉള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിളിക്കുന്നു. ഇത് മാത്രമാണോ ലക്ഷ്യം? അല്ല. ഒരു ഫിനാൻഷ്യൽ ഇയർ നമുക്കറിയാം. എന്ന് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് ഏപ്രിൽ മുതൽ അടുത്ത മാർച്ച് വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ 4 ക്വാർട്ടറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ക്വാർട്ടറുകളിൽ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ബിസ്മേറ്റ് എന്ത് ചെയ്യണം? പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി, എല്ലാ കമ്പനിയും എന്ത് ചെയ്യണം? നമ്മളുടെ പ്രോഫിറ്റ് പബ്ലിക്കിന് ഇത് ഡിസ്ക്ലോസ് ചെയ്യണം. ആ ഒരു സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 5 കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് നിലവിൽ നമ്മളെ സ്റ്റോക്കുകൾ വാങ്ങിച്ച ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിവിഡൻഡ് അഥവാ ലാഭവിഹിതം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ലാഭവിഹിതം? നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് നമ്മളെ നിക്ഷേപകർക്ക്, നിലവിൽ നമ്മളെ സ്റ്റോക്ക് വാങ്ങിച്ച ആളുകൾക്കാണ് കൊടുക്കുള്ളൂ. അത് ചിലപ്പോൾ ആദ്യത്തെ ഗഡു എന്നുള്ള രീതിയിൽ ആദ്യത്തെ ക്വാർട്ടർ റിസൾട്ട് വരുമ്പോഴാകാം, 2ാമത്തെ ആവാം, 3ാമത്തെ ആവാം, 4ാമത്തെ ആവാം. ഈ ഏതെങ്കിലും സമയത്ത് കൊടുക്കുന്നതാവാം. ഇതിന് നമ്മൾ ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറയും. അതല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ കൊടുക്കുന്നതിന് നമ്മൾ ഇൻട്രീം ഡിവിഡൻഡ് എന്ന് പറയും. അപ്പോൾ ഡിവിഡൻഡ് എന്താണ്?
ഡിവിഡൻഡ് എന്ന് പറയുന്നത് ലാഭവിഹിതം. അപ്പോൾ അതും നമ്മൾ ലക്ഷ്യമുണ്ട്. 100 രൂപയിൽ നിന്ന് 500 രൂപയിലേക്ക് സ്റ്റോക്കിൻ്റെ വില കൂടിയപ്പോൾ 400 രൂപ നമുക്ക് അധികം കിട്ടിയതിന് നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ 100 രൂപ ഒരാൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ 1 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി, 5 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് സങ്കല്പിക്കുക. അതിൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് 1 കോടി രൂപയാണ്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് വാങ്ങിച്ച ആളുകൾക്ക് നമ്മൾ ഡിവൈഡ് ചെയ്താണ് കൊടുക്കുന്നത്. ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത ആൾക്ക് ഫോർ എക്സാമ്പിൾ 10 രൂപ കിട്ടുമെങ്കിൽ, ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത ആൾക്ക് 10 രൂപ കിട്ടുമെങ്കിൽ 50 സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത ആൾക്ക് 50 × 10 എത്ര രൂപ കിട്ടും? 500 രൂപ കിട്ടും. അതെന്ന് കിട്ടിയേക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് അവർക്ക് കിട്ടിയേക്കാം. അപ്പോൾ ഈ 500 രൂപ കിട്ടാനും 400 രൂപ കിട്ടാനും, 500 രൂപയെ നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നു, 400 രൂപയെ നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നു. അപ്പം നിക്ഷേപകരെ സംബന്ധിച്ച് ഇത് രണ്ടുമാണ് ലക്ഷ്യം. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന്, അതല്ല എങ്കിൽ ഡിവിഡൻഡ്. ഇത് രണ്ടുമാണ് നമ്മുടെ ലക്ഷ്യം. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ആളുകളും സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ പല ടൈപ്പ് ട്രേഡ് ഉണ്ട്. ഇന്ന് നമ്മൾ 100 രൂപയുടെ ബിസ്മേറ്റിൻ്റെ സ്റ്റോക്ക് വാങ്ങിച്ചതിന് ശേഷം 5 വർഷം കഴിഞ്ഞ് 5 ഇയർ കഴിഞ്ഞ് വിൽക്കുന്ന ആളുകളുണ്ട്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റർ എന്ന് വിളിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്. ലോങ് ടൈം, ദീർഘനാളത്തേക്കാണ് ഇവർ നിക്ഷേപിച്ചിട്ടുള്ളത്. അവരെ നമ്മൾ ഇൻവെസ്റ്റർ എന്ന് വിളിക്കും. ഇവരുടെ ലക്ഷ്യം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഡിവിഡൻറ്റുമാണ്. എന്നാൽ ചില ആളുകളുണ്ട്, ഇന്ന് 100 രൂപക്ക് വാങ്ങിച്ച് ഇന്ന് തന്നെ ലാഭം കിട്ടുമ്പോൾ വിൽക്കുന്ന ട്രേഡിനെയാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് അല്ലെങ്കിൽ ഡേ ട്രേഡ് എന്ന് പറയുന്നത്. എന്താണ് ഡേ ട്രേഡ്? ഇന്ത്യയിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ട്രേഡാണ് ഡേ ട്രേഡ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വാങ്ങിച്ച് ഇന്ന് വിൽപ്പന നടത്താനായിട്ട് നമ്മളെ ബ്രോക്കർ നമുക്ക് ഫ്രീ ആയിട്ട് കുറേ ക്യാഷ് നമുക്ക് തരും. അതിന് നമ്മൾ പറയുന്നത് ലിവറേജ് എന്നാണ്. എന്താണ് ലിവറേജ്? അപ്പോൾ എന്തൊക്കെ ടെക്നിക്കൽ ടൈമുകൾ പഠിച്ചു നമ്മൾ? ഡേ ട്രേഡ് പഠിച്ചു. ലിവറേജ് എന്താണെന്ന് പഠിച്ചു. എന്താ ലിവറേജ്? നമ്മളുടെ ബ്രോക്കർ നമുക്ക് അഡീഷണലി ഫ്രീ ആയിട്ട് കാശ് തരും. എന്ത് ട്രേഡ് ചെയ്യാൻ? ഡേ ട്രേഡ് ചെയ്യാൻ. അപ്പോൾ എന്താണ്? ഇന്ന് വാങ്ങിച്ച് ഇന്ന് വിൽപ്പന നടത്തണം. അപ്പോൾ എന്താണ് ഡേ ട്രേഡ്? അത് ഏതൊക്കെ രീതിയിൽ? നമ്മളിപ്പോഴും സ്റ്റോക്ക് വാങ്ങി വിൽപ്പന ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് വാങ്ങും, നമ്മൾ സ്റ്റോക്ക് വിൽപ്പന നടത്തും, പല രീതിയിൽ ട്രേഡ് നടത്തും, ഡേ ട്രേഡ് നടത്തും. ഇനിയും ഒരുപാട് മുന്നോട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മനസ്സിലാകുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാകും. ആ പ്ലേലിസ്റ്റിൽ നമ്മൾ മറ്റുള്ള വീഡിയോസ് എല്ലാം തന്നെ സമയം അനുസരിച്ച് നമ്മൾ അത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ ട്രേഡിംഗ് അറിയില്ലാത്ത സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കാം. ട്രേഡിംഗ് അറിയുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് കാണുമ്പോൾ അവർക്ക് യാതൊരു പുതുമയും തോന്നില്ല. കാരണം അവർ കാലാകാലങ്ങളായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ അത്ര പുതുമ തോന്നില്ല. പക്ഷെ അറിയാത്ത ആളുകൾക്ക് പാഠം 1 എന്താണ് ട്രേഡിംഗ് എന്നുള്ള രീതിയിൽ പഠിക്കുന്ന ആളുകൾക്ക് ഇത് ഉപയോഗപ്പെട്ടേക്കാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.